ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വീണ്ടും ഒരു ബുധനാഴ്ച എത്തിയിരിക്കുന്നു നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ബ്യൂട്ടി വ്ളോഗിൻ്റെ കാര്യത്തിൽ പുറമേ ഉള്ള കാര്യം മാത്രമല്ലല്ലോ, അതായത് ഫേസും സ്കിന്നും ഹെയറും മാത്രമല്ല, നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ വയറ് കുറയ്ക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ്. അത് ഞാൻ ഇതിനു മുന്നേ നല്ലൊരു റെമഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ജീരക വെള്ളത്തിൽ നാരങ്ങാനീര് ഒഴിച്ച് എംറ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നത്. അത് കുറേ പേർക്ക് യൂസ്ഫുൾ ആയിരുന്നു. കുറച്ച് പേർക്ക് അത് യൂസ്ഫുൾ അല്ലാതെയും വന്നിട്ടുണ്ടാകാം. കാര്യം ഡിപ്പെൻസ്, ഓരോരുത്തരുടെ ബോഡി സ്ട്രക്ചറും ആ ഒരു ടോട്ടലായിട്ടുള്ള ഒരു എന്താ പറയുക, അവരുടെ ഒരു ഫിറ്റ്നസ് ഒരു ക്വഷ്യൻ എന്താണോ അതനുസരിച്ചിട്ടല്ലേ ഓരോ മാറ്റങ്ങൾ വരുന്നത്. പക്ഷെ ഒരുപാട് പേർക്ക്, ഒരു മോർ ദാൻ 75% ഓഫ് പീപ്പിൾ വെയർ അപ്രീഷിയേറ്റിംഗ് ഇറ്റ്. അത് അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മറ്റൊരു വയറ് കുറയ്ക്കൽ ടെക്നിക്കാണ്. മാത്രമല്ല വയറ് നല്ല ഫുള്ളാകുന്ന, നമുക്ക് ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു റെമഡിയാണ്. വയറ് കുറയും, അതേസമയം നമ്മൾ വലിച്ചുവാരി കഴിക്കില്ല. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അതായത് മോർണിംഗ് വെറും വയറ്റിൽ തന്നെ ഇത് കഴിക്കാം. ഇത് ചിയാ സീഡ് വെച്ചിട്ടാണ്. അപ്പോൾ ചിയാ സീഡിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചിയാ സീഡിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറഞ്ഞാലും തീരില്ല. കാര്യം എല്ലാവരും പറയുന്ന കാര്യമാണ് അതൊരു സൂപ്പർ ഫുഡാണ്. ആക്ച്വലി അത് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്, പിന്നെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്, പിന്നെ വൈറ്റമിൻ സി ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കും. ഈ ഫൈബറൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് നമ്മുടെ ബോഡിയിലെ എക്സസ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് എല്ലാം അത് അബ്സോർവ് ചെയ്യും. അത് അബ്സോർബ് ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് വയറ് ഡൈജഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡൈജഷൻ വളരെ സ്മൂത്ത് ആക്കി തരും. ദഹനം നല്ലതായിട്ട് സ്മൂത്ത് ആൻഡ് ത്വരിതപ്പെടുത്തി തരും. അതുകൊണ്ട് തന്നെ ബ്ലോട്ടിംഗ് ഒന്നും ഉണ്ടാകില്ല. പിന്നെ വയറ് ചാടുന്ന പരിപാടിയേ ഉണ്ടാവില്ല. വയറൊക്കെ കുറഞ്ഞു വരുന്ന രീതിയായിരിക്കും. പിന്നെ ഭയങ്കരമായിട്ട് വിശക്കില്ല. കാര്യം നമ്മൾ വയറ് നല്ല ഫുള്ളായിരിക്കും നമ്മൾ ചിയാ സീഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അത് ഏത് ഫോമിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാമല്ലോ. അതിന് ഏറ്റവും പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോക്കനട്ട് വാട്ടർ. നമ്മുടെ കരിക്കിൻ്റെ വെള്ളം. കരിക്കിൽ ധാരാളം ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് പൊട്ടാഷ്യം, അതുപോലെ മാഗ്നീഷ്യം മുതലായ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോൾ, നമുക്ക് വേറെ ഹെവി ആയിട്ട് ഒരു സർജറി കഴിഞ്ഞ് കിടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സിക്കായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് കിടക്കുകയാണ് എങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കുടിക്കുന്ന ആ സമയത്ത് എന്താണ്, ഡോക്ടേഴ്സ് വരെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്, കരിക്കും വെള്ളം കൊടുത്തോളൂ എന്ന് പറയും അല്ലേ. അപ്പോൾ ധാരാളം ഇലക്ട്രോലൈറ്റ്സ് ഉള്ളത് കൊണ്ടാണ്. കാര്യം നമുക്ക് നമ്മുടെ എനർജി, ഹെൽത്ത് എല്ലാം റീഗെയിൻ ചെയ്യാനായിട്ടും പറ്റുന്ന ഒരു കാര്യമാണ് കരിക്കിൻ്റെ വെള്ളം. അപ്പോൾ ഈ കരിക്കിൻ്റെ വെള്ളം നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കിയാൽ രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുടിച്ചാലും മതി, 1.5 ഗ്ലാസ് കുടിക്കാൻ വേണമെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് ചിയാ സീഡും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട്, നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് കുതിരാനായിട്ട് ഒരു അരമണിക്കൂർ കൊടുക്കുക. അത് നല്ല കുതിർന്ന് നല്ല തിക്കായി വരുമ്പോൾ ഏറ്റവും എളുപ്പമായിരിക്കും കുടിക്കാനായിട്ട്. പിന്നെ അതിനകത്തേക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. വേണമെങ്കിൽ ഈ കരിക്കിൻ്റെ മധുരം മതി എന്നുണ്ടെങ്കിൽ അത് ധാരാളം മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി തേൻ ഒഴിച്ചാലും തെറ്റൊന്നുമില്ല. പക്ഷെ തേനിൻ്റെ ഒന്നും ആവശ്യമില്ല, ഹണി വേണ്ട. പിന്നെ കുറച്ച് നാരങ്ങാനീര് വേണമെന്നുണ്ടെങ്കിൽ, ചിലർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഇച്ചിരി നാരങ്ങാനീര് കൂടി ചേർക്കുക. അത് വൈറ്റമിൻ സി ആണ്. ഇതിനകത്തും വൈറ്റമിൻ സി ഉണ്ട്. ഒരു ആഡ് ഓൺ വൈറ്റമിൻ സി എക്സ്ട്രാ കിട്ടും. പക്ഷെ അതൊന്നും വേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം, ഫുഡ് ഹാബിറ്റ്സിൽ. അപ്പോൾ ഇത് വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിലും സ്കിപ്പ് ചെയ്യാൻ പറ്റും, നല്ല ഫുള്ളായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് ഒരു ബ്രഞ്ച് പോലെ കഴിച്ചാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ചേർത്തിട്ട് ഒരു സാലഡ്, പിന്നെ അതുപോലെ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ട് കുറച്ച് കാർബും കൂടി ചേർന്ന് വരുന്ന, കാർബും ആകാം, ലോ കാർബായിട്ടുള്ള കാര്യങ്ങൾ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ കഴിക്കാം ധാരാളമായിട്ട്. പിന്നെ നമുക്ക് എപ്പോഴും നെസസറി ഫാറ്റ്, നല്ല ഹെൽത്തി ഫാറ്റ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അത് വളരെ മസ്റ്റാണ്. ധാരാളം വെള്ളം കുടിക്കണം. അപ്പോൾ ഇതൊരു പ്രധാന കാര്യമാണ്. കണ്ടല്ലോ, ഇത് കരിക്കിൻ്റെ വെള്ളം. ഇതിലിപ്പോൾ 2 കപ്പ് കരിക്കിൻ വെള്ളമുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ചിയാ സീഡ് ഇടാൻ പോകും. ചിയാ സീഡ് കുപ്പിയിലാക്കി വെച്ചിട്ട് വേണം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ചിയാ സീഡ് എന്താണെന്ന്. ഇപ്പം എല്ലാവർക്കും അറിയാം ചിയാ സീഡ് എന്താണെന്ന്. ഒരുപാട് പേർക്ക് ഇത് നല്ല അവെയറാണ് ഇതിനെക്കുറിച്ച്. ഇതിനകത്തോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ നിറച്ച് ചിയാ സീഡ് ഇടുക. ചിയാ സീഡ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് പെരുകും. ഓക്കെ, കുതിർന്ന് വരുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യാതെ മാറ്റി വയ്ക്കാം. ഇതൊന്ന് കുതിർന്ന് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കുടിക്കാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കുതിരാനുണ്ട്. ഓക്കെ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം.
യെസ്, ഇച്ചിരി സമയം കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് കറക്റ്റായിട്ട് വരും. ഇപ്പോൾ കുറച്ച് ഞാനൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മിശ്രിതം കുടിക്കുമ്പോൾ നമ്മുടെ ഒരു ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് 2 കാര്യത്തിനും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ ബ്ലോട്ടിംഗ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ, നീര് പോലെയുള്ള കാര്യങ്ങൾ, ഇൻഫ്ലമേഷൻസ് എല്ലാം കുറയും, അങ്ങനെയൊന്നും വരില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് അത് കുറയാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉണ്ടാകുന്നത്. ബ്ലഡ് പ്രഷർ കുറഞ്ഞു കിട്ടും. പിന്നെ അതുപോലെ കിഡ്നി സ്റ്റോൺ വരാതെ സഹായിക്കും. പിന്നെ ഭയങ്കരമായ ഒരു ഹൈഡ്രേറ്റിംഗ് ഇഫക്റ്റാണ്. ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്നത് എന്തിനാണ്? നമ്മൾ വെള്ളത്തിൻ്റെ ഇപ്പോൾ വെള്ളരിക്ക പോലുള്ള കാര്യങ്ങൾ കഴിക്കുന്നത് അതെല്ലാം ഒരു ഹൈഡ്രേഷൻ്റെ ഭാഗമാണ്. ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഒക്കെ ഒരു ഹൈഡ്രേഷൻ ബെനിഫിറ്റ്സ് കൂടി നമ്മൾ വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ തണ്ണിമത്തൻ പോലെയുള്ള കാര്യങ്ങൾ, ഓൾ ടൈപ്സ് ഓഫ് മെലൻസ്, പിന്നെ ഇതെല്ലാം വെള്ളരിക്ക, കുക്കുംബർ, ഇതൊക്കെ നമുക്ക് ഹൈഡ്രേഷൻ തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതും ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ രണ്ടിൻ്റെ ഒരു ഭയങ്കര കോമ്പിനേഷനാണ്. വയറിൽ ബ്ലോട്ടിംഗ് ഉണ്ടാവില്ല, വയർ ഓവർ ഈറ്റിംഗ് ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ വയറ് അമങ്ങും. അങ്ങനെ ഫൈനലി നമുക്കൊരു നല്ല ആലില പോലത്തെ വയറ് കിട്ടും എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് ബൾജ് കുറഞ്ഞു വരും. അപ്പോൾ വയറ് കുറയ്ക്കാനുള്ളൊരു നല്ല മെത്തേഡാണ് ഇത്. വെറും വയറ്റിൽ കഴിച്ചാൽ. അപ്പോൾ ഇനി കഴിക്കാം, കഴിച്ച് കാണിക്കാം. ഇത് കഴിച്ച് കാണിക്കാനൊന്നുമില്ല, ഇതിങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കഴിക്കുക, ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ വെറും വയറ്റിൽ ഇങ്ങനെ കഴിച്ചാൽ നല്ലത്. അപ്പോൾ ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് ബെസ്റ്റാണ്. പലതരം ഫുഡ് കഴിക്കണ്ടല്ലോ, ഏതെങ്കിലും ഒരു നല്ല കാര്യം കഴിച്ചാൽ മതി. എൻ്റെ ഈ ഒരു ടോപ്പ് കുറച്ച് ലൂസാണ്, കുറച്ച് ഓവർ സൈസ് ടൈപ്പ്. ഞാൻ അതിങ്ങനെ പിടിച്ചിട്ടുകൊണ്ടിരിക്കുന്നു. എക്സൽ എനിക്ക് ആവശ്യമില്ലായിരുന്നു തോന്നി ഈ ബ്രാൻഡിൻ്റെ. ഓക്കെ, അപ്പോൾ അത് കുറച്ച് ഡിസ്കംഫർട്ടാണ്. അതാണ്, നമുക്ക് ചേരുന്ന ഡ്രസ്സ് നമ്മൾ ഇട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ അവിടെ പിടിക്കുന്നു, ഇവിടെ പിടിക്കുന്നു. ഓക്കെ, എനിക്ക് തന്നെ ഒരു ഇതില്ല, എന്താ പറയുക, ഒരു അറ്റീസ് അല്ല, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. കണ്ടില്ല, എൻ്റെ ഉടുപ്പ് ഇച്ചിരി വലുതാണെന്ന് എനിക്ക് തന്നെ തോന്നിത്തുടങ്ങി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണല്ലോ. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ട്. എല്ലാവരും ചെയ്യുന്നു എന്ന് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഡ്രസ്സ് മാറിയിട്ട് തിരിച്ചു വന്നു. ആ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ലൂസ്, രക്ഷയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിയ സീഡ് ആൻഡ് കോക്കനട്ട് വാട്ടർ മിക്സ് ഇസ് റെഡി. ഇച്ചിരി നേരം കൂടി ഇരുന്നാൽ കുറച്ചുകൂടി റെഡിയാകും, പക്ഷെ അതിന് മുന്നേ ഞാൻ എടുക്കുകയാണ്, നമുക്ക് കാണണ്ടേ. ഓക്കെ, അപ്പോൾ ഇതൊരു ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്സിന് ഒരു 2 ടേബിൾ സ്പൂൺ ഹീപ്റ്റ് ഇടാം. 3 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. 2 ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ കൂടുതൽ, ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും ഇടണം. ഈ ഒരു തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ, തിക്നെസ് അധികം വേണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറയ്ക്കാം. ഇതുപോലെ ഇതിപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ 2 ഗ്ലാസ് നിറച്ചുണ്ടായി. ഇതിൽ 1 ഗ്ലാസ് കുടിച്ചാൽ മതി. അതെ, ക്ലോസിൽ കണ്ടോളൂ. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഓക്കെ, ഇത് ഇച്ചിരി നേരം കൊണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടി തിക്കാവും. ഓക്കെ, മറ്റേത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, അടുത്ത ദിവസം കുടിക്കാമല്ലോ ആണല്ലോ. ഓക്കെ, ആ നൈസ്. ഇതിന് പ്രത്യേകിച്ച് മധുരമൊന്നും ആവശ്യമില്ല. കരിക്കിൻ്റെ വെള്ളത്തിന് മധുരമുണ്ട്. നല്ല ഹോൾസം ഒരു ഫുഡാണിത്. ചിയ സീഡ് അത്രയ്ക്ക് ബെനിഫിഷ്യലാണ്. അതുപോലെ കോക്കനട്ട് വാട്ടർ ഞാൻ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. നമ്മുടെ എന്താ പറയുക, ഏജിങ് പ്രോസസ്സും കുറച്ച് താഴ്ത്തി കൊണ്ടുവരും. അത്ര പെട്ടെന്നൊന്നും വയസ്സാകില്ല ഇതിങ്ങനെ സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ. വെരി നൈസ്. അപ്പോൾ ഇത് കുടിക്കാനും പാടില്ല, ഭയങ്കര നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കാം. വയറ് കുറയണം എന്നുള്ളവർക്ക് ഈസി ആയിട്ട് വയറ് കുറയും. വണ്ണം കുറയ്ക്കണം എന്നുള്ളവർക്ക് വണ്ണം കുറയും. നല്ല ഒരു ഹെൽത്തി കോംബോ ആണിത്. കഴിച്ചു നോക്കാം, ഉണ്ടാക്കി. പക്ഷെ ഒരു ദിവസം കൊണ്ടൊന്നും മാറ്റം ഉണ്ടാവില്ല കേട്ടോ. ഇത് 1 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു നോക്കും, നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഏത് കാര്യം അധികമായാൽ വിഷമാണെന്ന് പറയില്ല. അമൃതമാണെങ്കിലും അധികമായാൽ വിഷമാണ്. ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. രാവിലെ ഒരു നേരം കഴിച്ചാൽ മതി. ഒരു ഗ്ലാസ്സിൽ 2 ടേബിൾ സ്പൂൺ മാക്സിമം ചിയ സീഡ്, അത്ര മതിയാവും. ഓക്കെ, ഒരു ഗ്ലാസ് കൃത്യമായിട്ട് കുടിക്കുക, വേറെ ഒന്നും ചേർക്കണ്ട. ദിസ് ഇസ് മോർ ദാൻ എനഫ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക, റിസൾട്ട് എന്നെയും കൂടി അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അറിയിച്ചാൽ മതി. ഭയങ്കര നല്ലൊരു ഒറ്റമൂലി പോലെ ഉപയോഗിക്കാം. ഓക്കെ, ഇതൊരു എന്താ പറയുക, പൊടിക്കൈ എന്നൊക്കെ പറയില്ല, നമ്മൾ ഒറ്റമൂലി ഒരു പരിഹാരമാണ് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും. നല്ല ഡൈജഷൻ, പിന്നെന്താ പറയുക, ബ്ലോട്ടിംഗ് ഉണ്ടാവില്ല, ബ്ലഡ് പ്രഷർ കുറയും, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഫൈബറും എക്സ്ട്രാ വാട്ടർ റിട്ടൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കും. പിന്നെ അതുപോലെ നല്ല ഹൈഡ്രേഷൻ കിട്ടും. എല്ലാ രീതിയിലും നല്ലതാണ്. ഒരുപാട് കാര്യങ്ങൾ, കാൽഷ്യം ഉണ്ട്,
മൊത്തത്തിൽ വൈറ്റമിൻ സി ഉണ്ട്, എവറിത്തിങ് ഇസ് ദർ. പിന്നെ പൊട്ടാഷ്യം, മഗ്നീഷ്യം മുതലായ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത് പേടിക്കണ്ട. പിന്നെ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാനൊരു ഡോക്ടറൊന്നുമല്ല. ഞാൻ ഡോക്ടറാണ്, പക്ഷേ ഒരു ഡോക്ടറേറ്റ് പേഴ്സണാണ്. ഞാനൊരു അക്കാഡമിക് ആയിട്ടുള്ള കാര്യത്തിലുള്ള ഡോക്ടറേറ്റാണ്, മെഡിസിൻ അല്ല. എൻ്റെ അനുഭവവും എൻ്റെ ലിമിറ്റഡ് നോളജ്, ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെയും അനുഭവത്തിൻ്റെയും പുറത്താണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷൻസും ഫിസിക്കൽ കണ്ടീഷൻസും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ ഡിസ്ക്ലെയിമർ പോലെ പറയുകയാണ്, ഇത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് അതുപോലെ ചെയ്യണമെന്നില്ല. നിങ്ങളും ഒന്ന് പഠിക്കുക, വായിച്ചു നോക്കുക, നിങ്ങൾക്ക് അറിയുന്ന ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാണ്, ഗുണമുണ്ടോ ദോഷമാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു നോക്കിക്കൊള്ളുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഈസ് ഓൾവേസ് ഗുഡ്. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്ക് നല്ല അനുഭവമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ, എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും എല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ ഡോക്ടറിനെ അറിയുന്ന ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രം ഇങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്. ലവ് യു ഓൾ.